നമസ്കാരം. വെൽക്കം to Geetha's Bhakti Geetham, one day one slogam, Srimad Mahabhagavatam, 600th day. Today, Prathama Skanda, 3rd chapter, 37th slogam. For details, please see the description box. Geetha's Bhakti Geetham, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം 600-ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകം. നചാസ്യ കശ്ചിന്നിപുണേന ധാതു രവേദി ജന്തുക്കമനീശഊതി നാമാനി രൂപാണി മനോവജോഭി സന്ധന്വതോ നടചര്യാമി വാജ്ഞ. നചാസ്യ കശ്ചിന്നിപുണേന ധാതു രവേദു ജന്തുക്കമനീശഊതി നാമാനി രൂപാണി മനോവജോഭി സന്ധന്വതോ നടചര്യാമി വാജ്ഞ. ഓം തത്സത്. ന ച അസ്യ കശ്ചിൻ നിപുണേന ധാതു അവേദി ജന്തു കുമനീശ ഊതി നാമാനി രൂപാണി മനഃ വജോ അഭി സന്ധന്വതോ നടചര്യാം ഇവാജ്ഞ. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. അജ്ഞ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ, നടചര്യാം ഇവ നടൻ്റെ വൃത്തി എന്ന പോലെ, മനോവജോഭി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും, നാമാനി നാമങ്ങളെയും, രൂപാണി രൂപങ്ങളെയും, സന്ധന്വത ഏറ്റവും വിസ്തരിക്കുന്ന, ധാതു എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ, അസ്യ ഇവൻ്റെ, ഊതി എന്ന് പറഞ്ഞാൽ ലീലകൾ, ഭഗവാന്റെ ലീലകളെയാണ് ഊതി എന്ന് പറയുന്നത്. കമനീശ കുൽസിത ബുദ്ധിയായ, കുൽസിത ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ബുദ്ധികളുള്ളവർ. കശ്ചിത് ജന്തു ഒരു പ്രാണിയും, നിപുണേന സാമർഥ്യം കൊണ്ട്, തർക്കാദികളായിട്ടുള്ള സാമർഥ്യം കൊണ്ട്, ന അവൈതി അറിയുന്നില്ല. അവൈതി എന്ന് പറഞ്ഞാൽ അറിയുക, ന അവൈതി അറിയുന്നില്ല. അതായത് ഭഗവാൻ എന്തിനായിക്കൊണ്ട് ഇപ്രകാരം ലീലകളൊക്കെ എടുക്കുന്നു, എന്തിനാണ് ഭഗവാൻ ഇങ്ങനെയുള്ള സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നത്, ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും സ്ഥിതി ചെയ്യിപ്പിക്കുകയും പിന്നീട് അവയെ സംഹരിക്കുകയും ചെയ്യുന്ന ഈ ലീലകൾ, അവതാരങ്ങൾ എടുക്കുന്നത്, ദുഷ്ടന്മാരെ ഉണ്ടാക്കുന്നതും ഭഗവാൻ തന്നെയല്ലേ, പിന്നെ ഭഗവാൻ തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഭഗവാന്റെ ഈ ലീലകളെക്കുറിച്ച് അറിയുവാൻ സാധാരണ ബുദ്ധിയുള്ള, കുൽസിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ബുദ്ധികൾ, സൃഷ്ടിക്കപ്പെട്ട ബുദ്ധികളായിട്ടുള്ള ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. അതായത് ഇത്ര സമയം ഭഗവാന്റെ അവതാരങ്ങളെയും ഭഗവാന്റെ ലീലകളെയും കുറിച്ച് പറഞ്ഞു. ഭഗവാൻ തന്നെ സൃഷ്ടിക്കുന്നു, ഭഗവാൻ തന്നെ സ്ഥിതി ചെയ്യിപ്പിക്കുന്നു, ഭഗവാൻ തന്നെ സംഹരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒരു രോമം പോലും അനങ്ങുകയില്ല, ഒരു ഇല പോലും അനങ്ങുകയില്ല, വീഴുകയില്ല. ഒരു രോമം മുളക്കണമെങ്കിൽ പോലും ഭഗവാന്റെ ഇച്ഛ വേണം എന്നുള്ളപ്പോൾ ഭഗവാൻ എന്തിനായിക്കൊണ്ട് ഇപ്രകാരം ചെയ്യുന്നു എന്ന് ഭഗവാനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഈ ജീവികൾക്കുള്ള ബുദ്ധിയാൽ അറിയുവാൻ സാധിക്കുകയില്ല. അത് ചിന്തിക്കുവാൻ സാധാരണ ആർക്കും തന്നെ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി മനുഷ്യബുദ്ധിക്ക് അറിയാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ഭഗവാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക, നമസ്കരിക്കുക, ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ ലയിക്കുക എന്നല്ലാതെ ഭഗവാൻ എന്തിനായിക്കൊണ്ട് ഇപ്രകാരം ചെയ്യുന്നു, എന്തിനാണ് സൃഷ്ടിക്കുന്നത്, എന്തിനാണ് സ്ഥിതി ചെയ്യിപ്പിക്കുന്നത്, എന്തിനാണ് ആ സൃഷ്ടിച്ച ഭഗവാൻ തന്നെ സംഹരിപ്പിക്കുന്നത് എന്ന് ആർക്കും തന്നെ
അറിയുവാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. നചാസ്യ കശ്ചിൻ നിപുണേന ധാതൂരവേദി ജന്തു കുമനീശൗദി നാമാനി രൂപാണി മനോവജോഭി സന്തന്വതോ നടചര്യാമി വാജ്ഞ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.